മക്കളെ 2026 വരാൻ പോകുന്ന, അതായത് ഈ വർഷം വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ ആണ് ഹൈക്കോർട്ട് ടെസ്റ്റ്. അപ്പൊ ഇതൊരു സിമ്പിൾ വീഡിയോ ആണ്. എങ്ങനെയാണ് ഈ ഹൈക്കോർട്ട് ടെസ്റ്റിനെ പ്രിപ്പയർ ചെയ്യേണ്ടത്? അതായത് നിങ്ങൾ ഇങ്ങനെ ഒരു പാറ്റേൺ അല്ല പോകുന്നത്, നിങ്ങൾ ആദ്യമായിട്ടാണ് തുടങ്ങുന്നത്, നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ആരുമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ പോയി അബദ്ധത്തിലൊന്നും ചാടരുത്. ചുമ്മാ കാടടച്ച് എന്തോ പഠിച്ച് വെറുതെ സമയം കൊണ്ട് കളയരുത്. ആവശ്യമുള്ളതിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. ഞാൻ ഈ പറയുന്ന പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ പരീക്ഷയുടെ പ്രത്യേകത, ആരാണ് ഈ എക്സാമിന് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഒന്ന്, വളരെ പെട്ടെന്ന് എനിക്കൊരു ജോലി അത്യാവശ്യമാണ്. അതായത് ഒരു വർഷത്തിനകത്ത് എനിക്ക് സർവീസിലേക്ക് കയറാൻ പറ്റണം. അപ്പൊ വരാൻ പോകുന്ന ഹൈക്കോർട്ട് ടെസ്റ്റിന് നോക്കുകയാണെങ്കിൽ അതിന്റെ റാങ്ക് ലിസ്റ്റ് അടുത്ത 2028 ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് ഒരു വർഷത്തിനകത്ത് നമുക്ക് സർവീസിലേക്ക് കയറാൻ പറ്റും. നമുക്കൊരു ആദ്യത്തെ ഒരു 40 റാങ്കിനകത്തൊക്കെ താഴെ നമുക്കുണ്ടെങ്കിൽ ആ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ തന്നെ നമുക്ക് സർവീസിലേക്ക് പ്രവേശിക്കാൻ പറ്റും. അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ജോലിയിലേക്ക് നമുക്ക് കയറാം. ഓക്കെ, ഇനി രണ്ട്, നമുക്ക് GK ഒരുപാട് പഠിക്കാനൊന്നും ഇഷ്ടമില്ല. ഇപ്പൊ ഒരു PSC എക്സാം നോക്കുകയാണെങ്കിൽ ഒരുപാട് GK നോക്കാനുണ്ട്. മാർക്ക് നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് GK പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഹൈക്കോർട്ട് ടെസ്റ്റ് അങ്ങനെയല്ല, എൻറ്റയർലി ഡിഫറെന്റ് ആയ ഒരു സിലബസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ GK കുറച്ച് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ഒരു 50 ടോപ്പിക്കുകൾക്ക് താഴെ മാത്രം, ഹോട്ട് ടോപ്പിക്സ് മാത്രം പഠിച്ചാൽ അത്യാവശ്യം ഒരു നല്ല മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എങ്ങനെ നമുക്ക് ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം, എങ്ങനെ നന്നായിട്ട് പഠിക്കാം, ഈ സ്ട്രാറ്റജിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഫസ്റ്റ് എങ്ങനെ എക്സാം പാറ്റേൺ വരുന്നത്? എക്സാം പാറ്റേൺ വരുന്നത് 3 ഘട്ടങ്ങളിലായിട്ടാണ് സെലക്ഷൻ നടക്കുന്നത്. അതായത് ഒബ്ജക്റ്റീവ്, ദെൻ ഡിസ്ക്രിപ്റ്റീവ്, പിന്നെ ഇന്റർവ്യൂ. ഇതിനകത്ത് ഒബ്ജക്റ്റീവ് 100 ക്വസ്റ്റ്യൻസ് 100 മാർക്കാണ്, 1.25 മണിക്കൂറാണ് എക്സാമിന്റെ സമയം. അടുത്ത ഡിസ്ക്രിപ്റ്റീവ് ആണെങ്കിൽ 60 മിനിറ്റ് ആണ്, 60 മാർക്കാണ് വരുന്നത്. അപ്പൊ ഒബ്ജക്റ്റീവും ഡിസ്ക്രിപ്റ്റീവും ഒരേ ദിവസമാണ് എക്സാം നടക്കാൻ പോകുന്നത്. ഇന്റർവ്യൂ മറ്റൊരു ദിവസമായിരിക്കും. ഇനി ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എടുക്കുകയാണ്. അപ്പൊ ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഒബ്ജക്റ്റീവ് ആണല്ലോ. ഓക്കെ, അപ്പൊ ഒബ്ജക്റ്റീവിനകത്ത് 50 മാർക്കാണ് ഇംഗ്ലീഷ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതായത് അതിനകത്ത് ഗ്രാമർ പോർഷനിൽ ക്വസ്റ്റ്യൻസ് വരും, വൊക്കാബുലറി ക്വസ്റ്റ്യൻസ് വരും, ലീഗൽ വൊക്കാബുലറി ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അത് കഴിഞ്ഞ് ഒരു 10 മാർക്ക് മാക്സിമം റീസണിങ് കൂടെ ചേർത്തിട്ട് 10 മാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത 40 മാർക്ക് വരുന്നത് GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ്. ഒക്കെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, 40 മാർക്കില് 17 മാർക്കോളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. ബാക്കി 23 മാർക്ക് മാത്രമേ GK ഏരിയ വരുന്നുള്ളൂ. അപ്പൊ എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം? ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരു ദിവസം ഒരു 4 മണിക്കൂർ പ്രിപ്പയർ ആണെന്ന് സങ്കല്പിക്കാം, അല്ലെങ്കിൽ ഒരു 5 മണിക്കൂർ നിങ്ങൾ പ്രിപ്പയർ ആണെന്ന് സങ്കല്പിക്കാം. അതിന്റെ പകുതി സമയം ശ്രദ്ധിച്ചേക്കാം, പകുതി സമയം നിങ്ങൾ ഇംഗ്ലീഷിന് വേണ്ടി മാറ്റിവെക്കാം. അതിനകത്ത് ഗ്രാമർ പോർഷൻസ് ഓരോന്നായിട്ട് തീർത്തങ്ങ് പോകാൻ ശ്രമിക്കാം. അതിനുശേഷം വൊക്കാബുലറി ഒരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ് ഒക്കെ വൊക്കാബുലറി ഒന്ന് പ്രാക്ടീസ് ചെയ്തങ്ങ് പോവാം. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് GKയിലേക്ക് വരുമ്പോൾ മക്കളെ, ഈ PSC എക്സാം പോലെയല്ല, നമ്മൾ ഒരുപാട് സാധനങ്ങൾ വാരി വലിച്ചിട്ടല്ല ഇവിടെ പഠിക്കേണ്ടത്. ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് കറണ്ട് അഫയേഴ്സ് ആണ്. കാര്യം 17 മാർക്ക് വരെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കറണ്ട് അഫയേഴ്സ് ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അവിടെ നിങ്ങൾ ഇത്രയും ടോപ്പിക്കുകൾ ഫസ്റ്റ് പഠിച്ചു തീർക്കാൻ ശ്രമിക്കാം. അതായത് സെൻട്രൽ ഗവൺമെന്റ് സ്കീംസ്, സ്റ്റേറ്റ് ഗവൺമെന്റ് സ്കീംസ്, ഇന്ത്യൻ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്, അതേപോലെ തന്നെ മോണുമെന്റ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. എപ്പോഴും ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണത്. അപ്പൊ അതിൽ റീസെന്റ് ആയിട്ട് വന്ന അപ്ഡേറ്റ് എന്താണ്, എന്തെങ്കിലും സംഭവിച്ചു, അത് നന്നായിട്ട് നോക്കാം. അതേപോലെ അടുത്ത് പഠിക്കേണ്ട ഒരു ടോപ്പിക്ക് സെൻട്രൽ അപ്പോയിന്റ്മെന്റ്സ്, സ്റ്റേറ്റ് അപ്പോയിന്റ്മെന്റ്സ്, ആ ടോപ്പിക്ക് നന്നായിട്ട് നോക്കാം. ദെൻ ഇന്ത്യയുടെ ഇൻഡെക്സ് റേറ്റിംഗ് നന്നായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കുക, മിലിറ്ററി എക്സസൈസ് നന്നായിട്ട് നോക്കി വെച്ചേക്കുക, ഡിഫൻസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫൻസ് അതായത് ഇന്ത്യയുടെ മിസൈൽ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, ഏതൊക്കെ രാജ്യങ്ങൾക്കാണ് ഇന്ത്യ അവിടെ തങ്ങളുടെ ആയുധങ്ങൾ മൊത്തം വിറ്റത്, അതേപോലെ അങ്ങനെ കുറെ ടോപ്പിക്കുകളുണ്ടോ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട്, DRDOയുമായി ബന്ധപ്പെട്ട് ആ ടോപ്പിക്കുകൾ ഭംഗിയായിട്ട് നോക്കാം. ISROയുടെ റീസെന്റ് ആയിട്ടുള്ള ലോഞ്ചസ് നോക്കുക, സ്പോർട്സ് ഇവന്റ്സ് നന്നായിട്ട് നോക്കാം, വെന്യൂസ് നന്നായിട്ട് നോക്കാം. ലാസ്റ്റ് സ്പോർട്സ് ഇവന്റ്സിൽ ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ എന്തൊക്കെയായിരുന്നു, ആ ടോപ്പിക്കിൽ ഏതാണ്ട് ഒരു 30ഓളം ടോപ്പിക്കുകൾ വരും. ഈ 30ഓളം ടോപ്പിക്കുകൾ കറണ്ട് അഫയേഴ്സ് ഭംഗിയായിട്ട് പഠിക്കാം. അത് അവിടെ നമ്മൾ ഈ 30 ടോപ്പിക്ക് പഠിച്ചാൽ നമുക്കിപ്പോ കറണ്ട് അഫയേഴ്സ് ഒരു 17 മാർക്ക് സ്കോർ ചെയ്യാൻ അതിനകത്ത് പറ്റുമെന്ന് വെച്ചാൽ പറ്റത്തില്ല. പക്ഷേ ഒരു 10+ മാർക്ക് നമുക്ക് ഇവിടെ സ്കോർ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള മാർക്ക് എങ്ങനെ പിടിക്കാം? നമുക്ക് നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യേണ്ട ഒരു കാര്യം, എല്ലാ ദിവസവും ഒരു 20 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് എഴുതി അങ്ങ് പോവാം. അപ്പൊ ആദ്യം 30 ടോപ്പിക്കിൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ 20 ക്വസ്റ്റ്യൻസിലേക്ക് കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമുക്ക് അറിഞ്ഞാത്ത ക്വസ്റ്റ്യൻസ് മാത്രം ഒരു ബുക്കിനകത്ത് എഴുതി അങ്ങ് പോവുക. അപ്പോൾ കറണ്ട് അഫയേഴ്സ് അത്യാവശ്യം നല്ല മാർക്ക് നമുക്ക് ഇവിടെ സ്കോർ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് GK ഏരിയ വരുമ്പോൾ സെലക്റ്റീവ് ആയിട്ടുള്ള കുറേ ടോപ്പിക്കുകളുണ്ട്. ആ സെലക്റ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടോപ്പിക്കുകൾ. ഇന്ത്യൻ ഫോറസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ആർട്ടിക്കിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്, അമെൻമെന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, ബേസിക് ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ ഇമ്പോർട്ടൻ്റ് ആണ്, പാസസ് ഇമ്പോർട്ടൻ്റ് ആണ്, ട്രാൻസ്പോർട്ടേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അങ്ങനെ പറഞ്ഞു സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു
50 ടോപ്പിക്കുകൾ വരും. ഈ 50 ടോപ്പിക്കുകൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. അപ്പൊ ഈ 50 ടോപ്പിക്കുകൾ പഠിച്ചാൽ ഇപ്പൊ GK ഞാൻ നേരത്തെ പറഞ്ഞു 23 മാർക്കിനാണ് GK വരുന്നത്. കറണ്ട് അഫയേഴ്സ് ഒരു 17 മാർക്കിന് പ്രതീക്ഷിക്കാം. ഇതില് ഒരു 13 അല്ലെങ്കിൽ 14 മാർക്ക് പ്ലസ് നമുക്ക് ഇത്രയും ടോപ്പിക്കുകളിൽ നിന്ന് മാത്രം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാം. എത്രത്തോളം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും അത്രയും പ്രാക്ടീസ് ചെയ്ത് അങ്ങ് പോവാം. ഓക്കെ, അതിനുശേഷം മാത്സ് ആണ്. എല്ലാ ദിവസവും അല്ലെങ്കിൽ ഇപ്പൊ നമുക്കൊരു സമയമുണ്ട് എന്ന് നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം. ഒരു ഡിസംബർ, ജനുവരി ആ സമയത്തൊക്കെ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം. നമുക്കൊരു 6 മാസമൊക്കെ നമുക്ക് പ്രിപ്പറേഷനായിട്ട് നമുക്ക് കിട്ടും. അതായത് നോട്ടിഫിക്കേഷൻ നമുക്ക് ഏത് നിമിഷം വേണം പ്രതീക്ഷിക്കാം. ഒരു 6 മാസം നമുക്ക് എക്സാം പ്രിപ്പറേഷൻ ആയിട്ട് കിട്ടും. അപ്പൊ ഈ 6 മാസം കൊണ്ട് വളരെ പതുക്കെ പോയാൽ മതി, സിസ്റ്റമാറ്റിക് ആയിട്ട് പോയാൽ മതി. ഒരു 4 ദിവസം കൊണ്ട് മാത്സിന്റെ ഒരു ടോപ്പിക്ക് തീർക്കാൻ ശ്രമിക്കാം. എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു 25ഓളം മാത്സ് ടോപ്പിക്കുകൾ വരും. അത്രയും നമുക്കൊരു 2 മാസം അല്ലെങ്കിൽ 2.5 മാസം കൊണ്ടൊക്കെ നമുക്ക് മാത്സ് ഫുള്ള് കവർ ചെയ്യാൻ പറ്റും. എന്നിട്ട് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അതിപ്പോ ഇംഗ്ലീഷ് ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, എത്രത്തോളം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും അത്രത്തോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പൊ അതിന്റെ ഗുണം എന്താണ്? അപ്പൊ നമ്മൾ സത്യത്തിലേടാ ടെൻസസിലെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാം. നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ സത്യത്തിൽ നമ്മുടെ മനസ്സിനകത്ത് ആ ടോപ്പിക്കാണ് റിവിഷൻ നടക്കുന്നത്. ആ ടെൻസസിലെ ഏത് റൂളാണ് അപ്ലൈ ചെയ്തത് അതൊക്കെ നമ്മുടെ മനസ്സിനകത്ത് ഫുള്ള് വന്നുകൊണ്ടിരിക്കും. വീണ്ടും അത് പഠിക്കേണ്ട ആവശ്യം വരത്തില്ല. ഇനി മാത്സിലെ നമ്പർ സിസ്റ്റത്തിലെ ഒരു ക്വസ്റ്റ്യൻ വന്നു, അപ്പൊ നമ്മൾ ആ ടോപ്പിക്കാണ് നമ്മുടെ മനസ്സിനകത്ത് റിവിഷൻ നടക്കുന്നത്. വീണ്ടും സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യം വരത്തില്ല. ഓക്കെ, അപ്പൊ എല്ലാ ദിവസവും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനകത്ത് ഇംഗ്ലീഷ്, മാത്സ്, കറണ്ട് അഫയേഴ്സ് നല്ല പ്രാധാന്യം കൊടുക്കുക. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് ഇംഗ്ലീഷ് നമുക്ക് ബേസിക്കലി ഒരു ബേസിക് ഗ്രാമർ മൊത്തം സെറ്റ് ആയ ശേഷം ഗ്രാമർ ഏരിയ നമ്മൾ സ്ട്രോങ് ആണെങ്കിൽ നേരെ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങും. അവിടെ 60 മാർക്കാണ് ഡിസ്ക്രിപ്റ്റീവ് വരുന്നത്. കോംപ്രിഹെൻഷൻ, പ്രീസ്, എസ്സേ റൈറ്റിംഗ്. അപ്പൊ ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാര്യം നമുക്കങ്ങനെ എഴുതി വലിയ ശീലമില്ലല്ലോ. പണ്ടും നമ്മൾ ഇച്ചിരി, എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാരും ഇച്ചിരി പുറകിലോട്ടാണ്. അവിടെ നമുക്ക് AI ടെക്നോളജി നന്നായിട്ട് യൂസ് ചെയ്യാം. നമ്മൾ എടുത്ത നോട്ട് ജസ്റ്റ് നമ്മൾ എഴുതിയ ഒരു എസ്സേ, നമ്മൾ എഴുതിയ ഒരു കോംപ്രിഹെൻഷൻ, നമ്മുടെ ഒരു പ്രീസേ, ഇതൊക്കെ നമുക്ക് ഒന്ന് ഫോട്ടോ എടുത്തിട്ട് ChatGPT കൊടുക്കാം, ജെമിനിക്ക് കൊടുക്കാം. കൃത്യമായിട്ട് വെരിഫൈ ചെയ്ത് തരും. എന്തൊക്കെയാണ് നമ്മുടെ പ്ലസ്, എന്തൊക്കെയാണ് മൈനസ്, ഇതൊക്കെ അവർ കൃത്യമായിട്ട് നമ്മൾ ഗൈഡ് ചെയ്ത് തരും. അപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ട്രാറ്റജി ഒന്ന് മാറ്റി. ഇപ്പൊ 5 മണിക്കൂർ പഠിക്കുകയാണെങ്കിൽ അതിനകത്ത് 2.5 മണിക്കൂർ ഡിസ്ക്രിപ്റ്റീവിന് വേണ്ടി മാറ്റി വയ്ക്കുക. കാര്യം 60 മാർക്കാണ് ഡിസ്ക്രിപ്റ്റീവ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. നമുക്ക് നല്ല നല്ല ഒക്കാബ്സ് ഉപയോഗിച്ചുകൊണ്ട്, നല്ല നല്ല വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ റൈറ്റിംഗ് അത്ഭുതപ്പെടുത്താൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾ സൂപ്പർ നോട്ട്സിലേക്ക് വരികയാണെങ്കിൽ അവിടെ നമ്മുടെ ബാച്ച് ഇങ്ങനെയാണ് പോകുന്നത്. ഒബ്ജക്റ്റീവിന്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടും, ഡിസ്ക്രിപ്റ്റീവിന്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടും, ഇന്റർവ്യൂ, ഓഫ്ലൈൻ സെഷനും ഓൺലൈൻ സെഷനും നിങ്ങൾക്ക് കിട്ടും. 3 ഫോർമാറ്റിൽ നിങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഒരു പേപ്പർ നമ്മുടെ ടീച്ചർ തന്നെ വാല്യൂ ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം ഒരു പേപ്പർ മെന്റർ വാല്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ വിജയത്തിന് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മുടെ ബാച്ചിൽ ചെയ്യും. ഓക്കെ, ഇനി നിങ്ങൾ നമ്മുടെ കൂടെ അല്ല പഠിക്കുന്ന, ഒരു കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, AI ടെക്നോളജി നന്നായിട്ട് യൂസ് ചെയ്യുക. ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് നേരെ ജെമിനിക്ക് അങ്ങോട്ട് കൊടുക്കുക. കൃത്യമായിട്ട് നിങ്ങൾ ഗൈഡ് ചെയ്യും. ഒക്കെ ഇന്ന പോയിന്റിന് പകരം ഇന്നതിട്ടാൽ നല്ലതായിരിക്കും. ആ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പോൾ സമയത്തിന്റെ പകുതി ഡിസ്ക്രിപ്റ്റീവും ബാക്കിയുള്ള സമയം ഒബ്ജക്റ്റീവിന് വേണ്ടി മാറ്റി വെച്ചേക്കാം. ഇങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ ഒരിക്കൽ കൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, നമുക്ക് ചുമ്മാ എന്തെങ്കിലും പഠിച്ചാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. റിസൾട്ട് ഒന്നും നമുക്ക് കിട്ടത്തില്ല. കുറേ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, എനിക്ക് തിരുവനന്തപുരം നിന്ന് കൊല്ലത്തേക്ക് പോകണം. ഞാൻ തിരിച്ചാണ് നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കന്യാകുമാരിയിൽ മാത്രമേ പോകത്തുള്ളൂ. പക്ഷെ ഞാൻ നടക്കുന്നുണ്ട്. എനിക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടോ? ഇല്ല. അതേപോലെയാണ് ഈ പുതുതായിട്ട് പഠിച്ചു തുടങ്ങുന്നവർ കുറേ അബദ്ധങ്ങളിൽ പോയി ചാടാറുണ്ട്. എന്ത് പഠിക്കണമെന്ന് അറിയത്തില്ല, എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പൊ നിങ്ങൾ ഒരിക്കലും അങ്ങനെ പോരും. ഈ പറഞ്ഞ ഹോട്ട് ടോപ്പിക്സിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തു. അവിടെ നിന്നായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. അല്ലാതെ ചുമ്മാ കാറടച്ച് എന്തെങ്കിലും പഠിച്ചാൽ ഒരു കാരണവശാലും അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് വരത്തില്ല. ഓക്കെ, അപ്പോൾ ഹോട്ട് ടോപ്പിക്സിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തു. അവിടുന്ന് നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ദെൻ ഇംഗ്ലീഷ് എല്ലാ ഗ്രാമർ ഏരിയ മൊത്തം കവർ ചെയ്ത ശേഷം എല്ലാ ദിവസവും ഒരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക. മാത്സ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക. കറണ്ട് അഫയേഴ്സിലെ 30 ടോപ്പിക്ക് പഠിച്ച ശേഷം അതും എല്ലാ ദിവസവും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഡിസ്ക്രിപ്റ്റീവ് എഴുതി തന്നെ പഠിച്ചുകൊണ്ടിരിക്കുക. AI ടെക്നോളജി നിങ്ങൾക്ക് നന്നായിട്ട് അവിടെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വർഷം വരാൻ പോകുന്ന ഈ എക്സാമിനെ അങ്ങ് ക്രാക്ക് ചെയ്തോണം. അതിന് സ്വപ്നം കണ്ടോണം. അതിനുവേണ്ടി നന്നായിട്ട് എഫേർട്ട് കൊടുക്കണം. നിങ്ങൾ നേടിയിരിക്കും. ജസ്റ്റ് ഒരു ബേസിക് റൂൾ ഞാൻ പറഞ്ഞുതരാം. ആര് ഒരു പ്രോപ്പർ സ്ട്രാറ്റജിയിൽ അധ്വാനിക്കുന്നുണ്ടോ അവൻ റിസൾട്ട് നേടിയിരിക്കും, റിസൾട്ട് കൊണ്ടുപോയിരിക്കും. ഒരു സംശയം അതിനകത്തില്ല. അപ്പൊ നന്നായിട്ട് പഠിച്ചോ. ഈ എക്സാം നിങ്ങളുടേതായി മാറട്ടെ. ഓൾ ദി ബെസ്റ്റ്.